കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഈ മുഖ്യധാര സിനിമയിൽ നിന്നും മാറുന്ന സിനിമകൾ ചെയ്യുന്ന ചലച്ചിത്രകാരന്മാരുടെ സിനിമകളെ ശ്രദ്ധിക്കാനും ആസ്വദിക്കാനും ഒക്കെ തുടങ്ങിയൊരു കാലഘട്ടം. ഞാൻ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന സമയം. മുഖ്യധാരാ സിനിമയിൽ നിന്ന് മാറി സിനിമ ചെയ്യുന്ന സംവിധായകരുടെ സിനിമകളെയൊക്കെ ആസ്വദിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടമാണ് 1978 സമയമാണ്. അപ്പോൾ അത്തരം പുത്തൻ സിനിമാധാരയിലൂടെ സഞ്ചരിക്കുന്നവരുടെ സിനിമകളുടെ വാർത്തകളൊക്കെ ഒരു ശ്രദ്ധയോടെ വായിക്കുന്ന അങ്ങനെ തീയബക്കറിൻ്റെ ഒരു സിനിമ വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ആ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ അത് പോയി കാണുകയും അതിൽ 2 നായകന്മാരാണ്. ശ്രീനിവാസനും മറ്റൊരു അഭിനേതാവും 2 പേരും ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ഒരു അനാഥാലയത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ള കഥയാണ് മണിമുഴക്കം. ആ മണിമുഴക്കം കണ്ടപ്പോൾ തന്നെ ശ്രീനി എന്ന് പറയുന്ന ഒരു നടൻ നമ്മുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി കടന്നു പോകുന്നത് ഇരിപ്പിടം സ്വയം കണ്ടെത്തിയ ആളാണ്. അങ്ങനെ ശ്രീനി നമ്മളെ മനസ്സിലാക്കില്ല. ശ്രീനി മറ്റു പല സിനിമകളിലൊക്കെ സംഘകാലം പോലെയുള്ള സിനിമകളൊക്കെ മേള അങ്ങനെ ഒരുപാട് സിനിമകളിലേക്ക് ശ്രീനി ഉപയോഗം വരികയുണ്ട്. ഞാൻ ശ്രീനിയുമായിട്ട് ഒരു പക്ഷേ ആദ്യമായിട്ട് കാണുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ച സംഭവിക്കുന്നത് പൂച്ചക്കൊരു മുഖത എന്ന സിനിമയുടെ ലൊക്കേഷനാണ്. ശ്രീനി ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് എത്തിയതാണ്. അവിടെ വെച്ചുള്ള ആ പരിചയം പിന്നീട് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഒരു തുടക്കകാലത്ത് വലിയൊരു ബലമായിട്ട് കൂടെ ഉണ്ടായി. ആ സൗഹൃദത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നേരത്തെ ഫാസിൽ സൂചിപ്പിച്ചതുപോലെ കുട്ടാരം മുഴുവതിയോ എന്ന സിനിമ സംഭവിക്കുന്നത്. ആ സിനിമയുടെ കഥ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സിനിമയുടെ രൂപത്തിലായിരുന്നു. ജഗദീഷ് ഞാനിങ്ങനെ ഒരു പുതിയ സിനിമ ചെയ്യാനായിട്ട് നിർമ്മാതാക്കൾ എന്നെ സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പെടും. ഞാൻ എൻ്റേതായിട്ടുള്ള വഴിയിൽ ചില കഥകളൊക്കെ നോക്കുകയും അതൊക്കെ മുന്നോട്ട് പോകാതെ വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ജഗദീഷ് വന്ന് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതൊരു പാരലൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ ആ പാരലൽ കോളേജിലെ പ്രിൻസിപ്പളും മകളും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാളുമായിട്ടുള്ള പ്രണയത്തിൻ്റെ കഥയ്ക്ക് ശ്രീനിയാണ് അതിനെ പുതിയൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരുന്നത്. ശ്രീനിയൊക്കെ അത് മാറ്റിയിട്ടാണ് അതൊരു പുസ്തകക്കാരൻ്റെയും മകളും സ്ഥലത്തെ പോസ്റ്റ്മാൻ്റെ കഥയുമൊക്കെ മാറ്റിയത്. ആ ഒരു ശ്രീനി വരുത്തിയ മാറ്റമാണ് സിനിമ ഇന്ന് നമ്മൾ കണ്ട ഇന്ന് നമ്മളുടെ എന്താണ് ഇഷ്ടത്തിന് മാത്രമായി തീർന്ന ഒരു സിനിമയിൽ മാറിയത് ശ്രീനിയുടെ ഒരു ബ്രില്യൻസാണ്. നിങ്ങൾ സാധാരണ ഒരു പാലക്കാട് കോളേജ് തമാശ കളിയായിട്ട് മാറി വരുന്നു. പിന്നെ മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ശ്രീനിയുടെ ജീനിയസ്. പിന്നീട് കൂടുതലേക്ക് എത്തുമ്പോൾ അത് ശ്രീനി വഴി രൂപപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. ശ്രീനി മോഹൻലാലിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ലാലിന് കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലാലി വെച്ച് ഇത് ആരും ചെയ്യുമെന്ന് ചോദിച്ചു. സംവിധാനം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ ശ്രീനി വഴി ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ സിബി ആയിരുന്നു നല്ലത്. ലാലിന് സിബി ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ അറിയാതെ ഇതിലേക്ക് എത്തി. അതിന് കാരണക്കാരൻ ശ്രീനിയാണ്. അതിനാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ ദേശീയ പുരസ്കാരം. ആ സിനിമ ചെയ്യുമ്പോഴും ഇത് ഞാനോ ശ്രീനിയോ ഒന്നും അങ്ങനെ ഒരു തലത്തിലേക്ക് ആ സിനിമ എത്തുമെന്ന് പറയും. ദേശീയ പുരസ്കാരത്തിൽ അത് അർഹമായി തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഈ ഇതിനകത്ത് മുത്താരമോനിൻ്റെ പ്രീവ്യൂ ഷോ ചെന്നൈയിൽ അന്ന് അങ്ങനെ ഒരു രീതിയുണ്ട്. ചെന്നൈയിൽ സിനിമ ഫസ്റ്റ് കോപ്പി കഴിയുമ്പോൾ നമ്മളൊരു സംസാരം കഴിയുമ്പോൾ
മദ്രാസിലുള്ള സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു ഷോ നടത്തണം. ഇത് കൂടുതലായിട്ടും സിനിമകൾ നടത്തിയിരുന്നത് ആളുകൾക്ക് അറിയുന്ന പോലെ ഫിലിം ചേംബറിൻ്റെ ഒരു തിയേറ്ററുണ്ട്. അവിടെയാണ് ഇത് പ്രദർശിപ്പിച്ചത്. അപ്പം എൻ്റെ സിനിമയിൽ അഭിനയിച്ചിരുന്ന നായികയെ അഭിനയിച്ചിട്ടുള്ള ലിസി എൻ്റെ ചോദിച്ചു സത്യേട്ട എവിടെയുണ്ട്. അപ്പം സത്യൻ്റെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറഞ്ഞ സിനിമ അവിടെ ഷൂട്ട് നടന്നു. സത്യേട്ടൻ ചോദിച്ചു ആ സിനിമ പ്രിവ്യൂടെ ആളായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ സത്യനെ വിളിച്ചു. ഞാൻ അന്ന് സത്യനായിട്ട് വലിയ അടുപ്പമില്ല, പരസ്പരം അറിയായിട്ട് വലിയ സൗകര്യമൊന്നും ഉള്ള ആ കാലത്തുണ്ടായിരുന്നു. സത്യൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്ത്രീക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ലാണ്. ആ മുത്താറമ്പെന്നാണ് പിന്നീട് നമ്മൾ കണ്ട സത്യം ശ്രീനിവാസന് കൂട്ടുകെട്ടുള്ള സിനിമകളുടെ തുടക്കത്തിന് കാരണമായിരുന്നു. സത്യം ശ്രീനിയെ തിരിച്ചറിഞ്ഞത് ആ സിനിമയിലൂടെ. പിന്നീട് ദൂരെ ദൂരെ കൂടുകൂട്ടം സിനിമയുടെ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ചെന്നൈയിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലായിട്ട് ഒരു ഹോട്ടലിലേക്ക് താമസിക്കുമ്പോൾ അതേ ഹോട്ടലിൽ മറ്റൊരു മുറിയിൽ ശ്രീനിയും സത്യം ഡിസ്കഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നത് പുതിയ സിനിമയുടെ. അതാണ് ടി വി പരഗോപാൽ നമ എന്ന പേരിൽ പിന്നീട്. അങ്ങനെ അവർ തമ്മിലുള്ളൊരു കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല രസകരമായ സിനിമകൾ സമ്മാനിച്ചൊരു കൂട്ടുകെട്ട് രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ദൂരദൂരയുടെ ലൊക്കേഷനിൽ തന്നെ നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീനിയുടെ ഒരു സുഹൃത്ത് ഒരു അശോകേട്ടനുണ്ട്, ഡെക്കോർ അശോകേട്ടൻ എന്ന് പറയും. അശോകേട്ടൻ ഇന്റീരിയർ ഡെക്കറേറ്ററാണ്. അപ്പോൾ അദ്ദേഹം ശ്രീനിയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് കൊടുത്താണ്. അപ്പം ശ്രീനി എഴുത്തിലിരിക്കുകയാണ്. അശോകേട്ടൻ പറഞ്ഞു, ശ്രീസാറിനും കൂടെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഒരാളെ തരാം. ഇതുകൊണ്ട് ഒരാളെ ഏർപ്പാടാക്കി. അയാൾ ഇന്നും രാവിലെ വൈകുന്നേരം 6 മണി ഹോട്ടലിലെ കാലത്ത് റിസപ്ഷൻ വന്നിരിക്കും. ഞാൻ താഴെ ചെല്ലും, അവിടെ ഏൽപ്പിച്ച് പോകും. അദ്ദേഹം വണ്ടിയുടെ മുമ്പിലിരിക്കും. ഞങ്ങളെ എന്നെക്കൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ ലൊക്കേഷൻ കാണിക്കലും പിന്നീട് സെറ്റിലൊക്കെ പണിയൊക്കെ അദ്ദേഹത്തിന് ഈ കല്ലായിലെ തടിക്കച്ചവടത്തിൻ്റെയൊക്കെ ചില പരിപാടികളുണ്ട്. അവിടുന്ന് തടിയെടുക്കുക, സെറ്റിടാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് തരുന്ന ഷൂട്ടിങ്ങിന് തലേ ദിവസമാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ വന്നില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ സിനിമയിൽ ഇതിനോട്ടപ്പൊക്കെ വേണ്ട. കാരണം അദ്ദേഹം അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയുടെ ഡബ്ബിയും അപ്പോഴും എത്തിയില്ല. അതിൻ്റെ ഒരു പരിഭവത്തിൽ ഇനിയാണ് എൻ്റെ സിനിമയിൽ വേണ്ട. നാളെ ഷൂട്ടിങ് തുടങ്ങിയാണ്. ഇവരെല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ വല്ലാത്ത പരിഭ്രമത്തിലായി. കാരണം ഞാൻ തുടക്കക്കാരനാണ്. എനിക്ക് പ്രൊഡ്യൂസർക്ക് വലിയ പഠിപ്പിച്ചൊന്നും പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ശ്രീനിയുടെ തുടങ്ങിയ പറയുന്നു പ്രൊഡ്യൂസറെ എന്താ ചെയ്യേണ്ടത്. ശ്രീനി ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് മാമൂലയിടാം. അപ്പം ഞാൻ പറയുന്നത് ലൊക്കേഷനിൽ പണിയെടുക്കുന്നത് നോക്കി. അയാൾ സ്റ്റേജിലെ വലിയ നടനാണ്, നമുക്ക് അയാളെ ഇടാം. ഞങ്ങളിത് വലിയ റോളാണ്, കോർപ്പറേഷൻ വെച്ചിരിക്കുന്ന റോളാണ്. സ്ഥിതി ധൈര്യം കിട്ടും, ഞാൻ ഗ്യാരണ്ടി ഉള്ളൂ. അങ്ങനെ ഞാൻ മനസ്സോടെ പൊക്കോട്ടിൽ തയ്ച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ കുട്ടികളുടെ അളവിലേക്ക് മാറ്റി കൊടുത്തു. രാവിലെ ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഒരു അറബി മനുഷ്യയായിട്ട് തലയെക്കെട്ടും മുന്നോട്ടത്തേക്ക് അടുത്ത് നിൽക്കുന്ന മാമുക്കായെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ അതിനകത്ത് പിന്നെ ഒരു കൺഫ്യൂഷൻ പോയി. ആദ്യ കാഴ്ചയിൽ തന്നെ ഇത് നമ്മൾ മനസ്സിൽ കണ്ട ശ്രീനി മനസ്സിൽ കണ്ട അറബി മനുഷ്യരെ മാറിപ്പില്ല. മോഹൻലാലും നെടുകൊടികളൊക്കെയുള്ള അമ്പിളിച്ചേട്ടനൊക്കെയുള്ള വലിയ കോമ്പിനേഷൻ സീനിലാണ് ആദ്യം സീനിൽ തന്നെ അഭിനയിച്ചത്. വളരെ ലാഘവത്തോടെ മാമുപ്പായ കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ട് ഞാൻ അനുഭവപ്പെട്ടു. അത്തരത്തിൽ പ്രതിഭകളെ തിരിച്ചറിയാൻ കഴിയുന്ന ചില നേരത്തെ സൂചിപ്പിച്ചു ചില കഥകളുടെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജീനിയസ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ശ്രീനിയുമായിട്ട് മറ്റൊരു സിനിമയുടെ ആലോചന ഇതും ശ്രീനി തന്നെ ഓർഗനൈസ് ചെയ്തതെന്നാണ് ഞാൻ സമീപിക്കുന്നതല്ല. ശ്രീനി എനിക്കെന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ ഗൾഫിൽ എവിടെയൊക്കെ ആളായിട്ട് സിനിമ ചെയ്യണം, അപ്പം നമ്മൾ തമ്മിലൊക്കെ ചെയ്താൽ എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ട്. അങ്ങനെ ഞാൻ പാലക്കാട് പാട്ട് ചെയ്യുന്നൊരു തിരക്കഥ ശ്രീനിയുടെ ഒരു കഥയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ശ്രീനി അവിടെ കടത്തനാട്ട് മാർഗം എന്ന് പറഞ്ഞ സിനിമയുടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ശ്രീനി അവിടെ തന്നെ ഒരു റോളിൽ ഞാനും ശ്രീനിയുമായിട്ട് ഇരുന്ന് ശ്രീനിയുടെ ഫീസുമായിട്ടുള്ളതൊക്കെ ഡിസ്കഷൻ നടക്കുകയാണ്. പക്ഷെ ഞാനും ഈ പ്രൊഡ്യൂസറും തമ്മിൽ നേരിൽ കാണുന്നതിന് മുമ്പ് തന്നെ ആ സിനിമ ഇല്ലാതായി. പ്രൊഡ്യൂസർ മാറിപ്പോയി, ആ സിനിമ ഇല്ലാതായിട്ട് ആ ഒരു ഘട്ടത്തിലാണ്
എന്നെ കാണാൻ അതേ ഹോട്ടലിലേക്ക് ലോകി ദാസൻ പിന്നെ ഞാനും ലോകി ദാസൻ ചേർന്നിട്ട് മറ്റൊരു വഴി ഇതിലൂടെ നിങ്ങൾ സഞ്ചരിക്കും ഞങ്ങളായിട്ടുള്ള സിനിമകൾ ചെയ്യുകയും സത്യം ശ്രീനിയും മറ്റൊരു വഴിയിലൂടെ അവരുടെ സിനിമകൾ ചെയ്തു പോവുകയും ചെയ്ത രീതിയുണ്ട്. അപ്പോൾ ഈ സിനിമ ശ്രീനിയുടെ ഉത്തരവാദിത്തത്തിൽ വന്നതുകൊണ്ട് ശ്രീനിയുടെ അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഈ ആ ഹോട്ടലിൽ താമസിച്ചിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ അടുത്തോടെ നമുക്ക് എന്തായാലും നമ്മൾ ഇരുന്നല്ലോ കഥയൊക്കെ പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കണ്ണൂർ പോയി. ശ്രീനി വീട്ടിലേക്ക് പോകണം. എൻ്റെ കണ്ണൂരിൽ പോയി സവായി ഹോട്ടലിൽ എനിക്ക് റൂമിൽ എടുത്തു. ശ്രീനി പുത്തുറമ്പിൽ പോയിട്ട് വരും വരും. എന്നാലും അപ്പം ശ്രീനി ആ സമയത്ത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇതിന് വേറൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ച് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു. അത് ഞാനൊരു 4-5 ദിവസം അവിടെ താമസിച്ചിട്ട് സംഭവിക്കാതെ വന്നപ്പോൾ ശ്രീനി പറഞ്ഞു നമുക്കൊന്നും ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് എങ്ങനെ പിന്നെ നമുക്ക് പിരിയാം അല്ലേ? പിരിയണമെങ്കിൽ എന്തെങ്കിലും പൈസ ഇല്ല, പിരിഞ്ഞ് വണ്ടിക്കൂലിയില്ല. ഞാനൊരു 2 സിനിമയും ചെയ്ത് അതിനൊന്നും കാര്യങ്ങൾ ഒന്നിനൊന്നും കിട്ടാതെ വീട്ടുകാരൊന്നും ചോദിക്കാനും പറ്റാതെ ഇങ്ങനെ. അപ്പം ശ്രീനി അത് മനസ്സിലാക്കി. ഞാൻ ചോദിച്ചൊന്നുമില്ല. ശ്രീനി മനസ്സിലാക്കി. അത് എനിക്ക് 3000 രൂപ എടുത്ത് തന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് നമുക്ക് പിന്നിരിക്കാറുണ്ട്. ആ 3000 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ശ്രീനി കൊടുക്കേണ്ടത്. കാരണം അത് കൊടുക്കാനുള്ള പിന്നീട് 3000 രൂപ എന്ന് പറയുന്നത് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു തുകയൊന്നും അല്ലാത്ത ഒന്നുമില്ല. അപ്പം ഞാനൊരു കാര്യം ശ്രീനിയുടെ 3000 രൂപ കൊടുത്താലും പിന്നെ ഇങ്ങനെ ഒരു കൊടുക്കാത്ത കടമായിട്ട് 3000 രൂപ ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് തമാശ കഥകളുണ്ട്. ശ്രീനി വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അന്നത്തെ ജീവിതത്തിൽ കൊണ്ടുവന്നതാണ്. വളരെ രസകരമായ ഒരു സന്ദർഭം. ശ്രീനി തന്നെ പിന്നീട് എന്ന് പറഞ്ഞാണ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ ശ്രീനി പ്രവർത്തിക്കുന്ന എഴുത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നൊരു 85 ലക്ഷത്തിലൊക്കെ ഒരു ബോംബെക്കാരൻ്റെ എല്ലാ അഭിമാനത്തോടുകൂടി വന്നു. അയാൾ വന്ന് ഞാൻ ബോംബെ അണ്ടർവേൾഡിൽ നിന്ന് വരികയാണ്. പിന്നെ സിനിമ ഒക്കെ ചക്കപ്പണിയാണ്. സിനിമ ഇല്ലെങ്കിലും വിവരമാണ്. ശ്രീ പറഞ്ഞു എൻ്റെ പേര് 100 എന്നാണ്. 100 മുഹമ്മദ്. ശ്രീനി പറഞ്ഞു 100 ഞാൻ 1000. അതോടെ ഇയാളുടെ തത്വമാണെങ്കിൽ അതിൽ അത് പ്രതീക്ഷിച്ച് ഒരു പേടിയും സിനിമ ഉണ്ടാവില്ല. അത് വളരെ നിസ്സാരമായ തമാശയിൽ ഈ അധോലോക ഭീകരൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട്. തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സമുദായത്തിലെ സിനിമാ പ്രവർത്തകർ അവിടെ ചേർന്നിട്ട് വൈകുന്നേരം ഒരു മധ്യഭാഗത്ത് അത് ക്ലാസ്സൊക്കെ എടുത്ത് വിളിച്ചു. അവരവിടെ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തുകാരായ ഇന്ന സമുദായക്കാരെ വിളിച്ച് കൊടുന്നു. അതിന് വേണ്ടി ചികിത്സ നടത്തി ശ്രീനെ ശ്രദ്ധിച്ചില്ല. ശ്രീ പറഞ്ഞത് ഞാനും ഇവിടെ ഉണ്ട്. ഞാനും അതല്ലെങ്കിലും ഞാൻ എൻ്റെ സമുദായം ആ സമുദായത്തിൻ്റെ പേര് വന്നിട്ട് ഞാൻ കേസിൽ പങ്കെടുത്തതിനെ തമാശയായിട്ട് കണ്ടു. അതിട്ട് അത് സാധാരണ പെട്ടെന്ന് ആൾക്കാർ കേട്ടാണ്. ശ്രീനി ഇരിക്കുമ്പോൾ അവരവരുടെ ഉയർന്ന സമുദായക്കാരെ തെറ്റിക്കുന്ന രീതിയിൽ അതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ശ്രീ അതിനെയും തമാശയാക്കണം. എന്തിനും തമാശകളല്ല. എന്തിനേയും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും ഈ തമാശയോടുകൂടി അതിലാക്കി ശ്രീനി രോഗാവസ്ഥയിലും ശ്രീനി അതിനെ വളരെ ലൈറ്ററായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്രീനി അവസാനമായിട്ട് പറഞ്ഞ 2 സന്ദർഭങ്ങളിൽ ഒന്ന് എൻ്റെ സിനിമ 40 വർഷത്തെ പൂർത്തിയാകുന്നതിന് എൻ്റെ സഹപ്രവർത്തകരുടെ അസിസ്റ്റൻസ് നമ്മളെ സമീപിച്ച പ്രോഗ്രാമിൽ ശ്രീനി വന്നിരുന്നു. അപ്പോൾ അവിടെയും ഇത് തന്നെയാണ്. ആ ശ്രീനിക്ക് ഒരു മാറ്റം. ശ്രീനിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ചില വിഷപ്പുകളുള്ള ഉണ്ടെങ്കിൽ പോലും ശ്രീനിയുടെ ഉള്ളിലെ ആ ഒരു നർമ്മ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്താണ് ആ നർമ്മത്തിൻ്റെ ഒരു ഊർജ്ജം മിക്ക ശ്രീനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം കാണുമ്പോഴും ഞങ്ങളുടെ ഇവരുടെയും ഒരു കോമൺ സുഹൃത്തിൻ്റെ വിവാഹത്തിന് ചെയ്യാൻ അത് വെച്ച് കാണുമ്പോഴും ശ്രീനി ഏറ്റവും കൂടുതലുള്ളത് ടേബിളിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രീനി എന്നത് നമുക്ക് നമുക്ക് ഞാൻ ഇത് ആ ഭരണപ്പള്ളിൻ്റെ ഒരു 3 ആഴ്ച മുമ്പ്. അപ്പോഴും ഇത് തന്നെ ശ്രീനി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ തമാശകൾ വരുമ്പോഴാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമാശ പറയുകയും ശ്രീനി തന്നെ പൊട്ടിച്ചിരിക്കുകയും ആ പൊട്ടിച്ചിരിക്കുമ്പോഴും ഇതിൻ്റെ കാര്യമുണ്ട്. അപ്പം ഒരുപക്ഷെ നമ്മൾ ഒരു ശ്രീനി എല്ലാ തരത്തിലുള്ള സിനിമകളിൽ പ്രവർത്തകர்கள் ഒന്നിച്ച് ആരോഗ്യമായിട്ട് കൂടിയും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മോഹൻ സാറിൻ്റെ പോലെ സിനിമകൾ ഒരുപാട് കാലം ക്ലാസ്സിൽ
ഗോസ്റ്റ് ഫൈറ്ററായിട്ട് ശ്രീനി ഉണ്ടായിരുന്നു, മോഹൻ സാറിൻ്റെയൊക്കെ സുഹൃത്തുക്കളൊക്കെ. പക്ഷേ ശ്രീനി ആരുടെയും മാത്രമല്ല, ആരുടെയും ഒരു പാളയത്തിൽ തൊട്ടുപോയതാണ്. സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി സിനിമ ചെയ്തതാണ്. ഞാൻ ശ്രീനി ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യപ്പെടും ശ്യാമള, എന്താവൃഷ്ടിയായ ശ്യാമളയ്ക്ക് മുമ്പ് വടക്ക് നോക്കി എല്ലാവർക്കും ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ശ്രീനി ചെയ്താലേ നന്നാവുള്ളൂ, ശ്രീനി തന്നെ വിധിച്ചാലേ നന്നാവുള്ളൂ. അങ്ങനെ ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനിയുടെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് ശ്യാമള ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീനി വർഷങ്ങളായിട്ട്, കാരണം ശ്രീനി മാത്രം ചെയ്യുന്ന സിനിമ വരുമ്പോഴേ ഞാൻ താൻ ചെയ്യുള്ളൂ. ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ശ്രീനിക്ക് തോന്നുന്ന ഒരു സിനിമയിലേക്ക് ശ്രീനി പോവുകയുള്ളൂ. ഇത് പിന്നീട് ലോഹിദാസ് ആദ്യത്തെ സിനിമ ചെയ്യാൻ ഉദാഹരണയുടെ കഥ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഞാനിങ്ങനെ സംവിധാനം ചെയ്യാൻ തോന്നുന്ന കഥയൊക്കെ തോന്നുന്നു. ആ കഥ കേട്ടപ്പോഴും നമ്മളിതും ലോഹി തന്നെ ചെയ്യേണ്ട സിനിമയാണ്. പക്ഷെ എപ്പോഴും ലോഹി ചെയ്യുന്ന മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ലോഹി ചെയ്യേണ്ട കാര്യമില്ല. ലോഹിക്ക് മാത്രം ചെയ്യേണ്ട, ലോഹി ചെയ്താലേ നന്നാവുമെന്ന് ലോഹിക്ക് ബോധ്യപ്പെടുന്ന സിനിമ മാത്രമേ ലോഹി ചെയ്യാവൂ. ഞാൻ ഉദാഹരണം പറഞ്ഞത് ശ്രീനിയുടെ കാര്യമാണ്. പക്ഷെ പിന്നീട് ലോഹി പക്ഷേ ഒരുപാട് ഓഫറുകളൊക്കെ വന്നപ്പോൾ അതിൻ്റെ പ്രഭാവത്തിൽ പെട്ടുപോവുകയും ലോഹി പൂർണ്ണമായിട്ടും സംവിധാനത്തിലേക്ക് പോവുകയും. ശ്രീനിക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. തൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ കഴിവില്ലായ്മകളെ, തൻ്റെ രൂപത്തെ, ആകാരത്തെ, നിറത്തെ എല്ലാം സ്വയം നർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്, സ്വയം തമാശകൾ കണ്ടെത്തി, സ്വയം തന്നെ കോമാളിയാക്കി കണ്ടുകൊണ്ട് സ്ഥിതി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചാർലി ചാപ്ലിൻ ഇഫക്റ്റിലൂടെ സിനിമയെ സമീപിച്ച ഒരു ജീനിയസാണ്. അത് നമ്മളൊരു തമാശ സിനിമ ചെയ്യുന്ന ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ അഭിനേതാവോ അല്ലാതെ അതിനൊപ്പത്തേക്ക് വലിയ തലങ്ങളിൽ ചിന്തകളുള്ള, കാഴ്ചപ്പാടുകളുള്ള ഒരു ജീനിയസ് തന്നെയായി ശ്രമിക്കുക. അത് തിരിച്ചറിയാൻ ഒരുപക്ഷെ ഒരാളുടെ വിയോഗത്തിന് ശേഷം എനിക്ക് നമ്മുടെ ഒരാളെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഇത്തരം മഹത്തരമായ തിരിച്ചറിവുകളും ചർച്ചകളൊക്കെ സംഭവിക്കുന്നു. സ്ത്രീകളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോഴും അത് തന്നെയാണ്. ശ്രീനി എന്ന അസാധാരണമായ പ്രതിഭയെ നമ്മൾ ഇപ്പോൾ കൂടുതൽ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലും ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.